ഹായ് ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തത് ഒരു ഫുൾ ഡേ ബ്ലോഗാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ബ്ലോഗ് എടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശവും ഇല്ലാണ്ട് ഷൂട്ട് ചെയ്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അങ്ങനെ ഇതാ ഒരു 11 മണിയെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു എന്തായാലും ഒരു ബ്ലോഗ് എടുക്കാമെന്ന്. അങ്ങനെ ഉച്ചക്കേക്കുള്ള ഇത് പച്ചക്കായ് പൊരിക്കുന്നുണ്ട്. പച്ചക്കായ് ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മളിങ്ങനെ പൊരിക്കുന്നുണ്ടായത്. പച്ചക്കായ് കൊണ്ടിപ്പം കളിയാന്ന് വീട്ടിൽ. അങ്ങനെ എപ്പം വറവാക്കി തിന്നുമ്പോൾ ഒരു മടുപ്പല്ലേ, അതുകൊണ്ട് ഇങ്ങനെ പൊരിക്കാമെന്ന് വിചാരിച്ചു. ഇത് കാണുമ്പോൾ ഇങ്ങനെ ചക്കക്കൊരു പൊരിക്കുന്നതാണ് കേട്ടോ ഓർമ്മ വന്നത്. ഇതിങ്ങനെ പൊരിക്കുന്ന ടൈം ഇങ്ങനത്തെ എന്തെങ്കിലും പൊരിക്കുന്നതാണെങ്കിൽ പൊരിക്കുന്ന ആ ഒരു ടൈം തന്നെ ഇങ്ങനെ തിന്നുകൊണ്ട് വെക്കും. അപ്പോൾ ഇതാ ഞാൻ പൊരിക്കുന്ന ടൈം മോളെ കാണാത്തതുകൊണ്ട് പോയി നോക്കുമ്പോൾ ഫുള്ളാകെ മൊത്തത്തിൽ വലിച്ചു വാരി ഇട്ടിട്ടുണ്ടേനു. അങ്ങനെ ഇതാ പച്ചക്കായ് പൊരിച്ചതും പപ്പടം പൊരിച്ചതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തു നിന്നാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നുണ്ട്. അതിന് പുറത്തേക്ക് കൊണ്ട് ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പാക്കും അനിയത്തിക്കെല്ലാം വേണ്ടിയിട്ട് അങ്ങനെ ആക്കി വെച്ചതാണ് വീട്ടിൽ. അങ്ങനെ ഇതാ നമ്മൾ ബസ്സിൽ കയറിയിട്ട് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കലാന്ന്. ഭയങ്കര വെയിലേനും കേട്ടോ പുറത്തെല്ലാം. ആ ഒരു നട്ടുച്ച സമയത്തായിപ്പോയി പുറത്തേക്ക് ഇറങ്ങിയത് തന്നെ. പിന്നെ കുറച്ചധികം പണിയുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. എന്നാലല്ല നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ ഇതാ നമ്മൾ അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം പയ്യാമ്പലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പയ്യാമ്പലത്തേക്കെല്ലാം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല കാറ്റുണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു വെയിലൊന്നും തോന്നിക്കുന്നുണ്ടായിട്ടില്ല. ഈ ഒരു സമയം കൊണ്ട് തന്നെ ആരും ഉണ്ടായിട്ടില്ല കേട്ടോ. ഫുള്ള് കാലിയാനും കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെ ആയിട്ട് അത്രേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്നാണ് കേട്ടോ എൻ്റെ കസിൻസിനെയും ഫ്രണ്ട്സിനെയും എല്ലാം കണ്ടത്. അങ്ങനെ അവരുടെ കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്ത് അങ്ങനെ കുറച്ചധികം സമയം പയ്യാമ്പലത്ത് സ്പെൻഡാക്കിന് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അവിടുത്തെ കാറ്റുകൊണ്ട് പിന്നെ ഇറങ്ങാൻ തോന്നിയിട്ടില്ല. മൊത്തത്തിൽ ആൾക്കാർ കുറവായതുകൊണ്ട് തന്നെ സ്റ്റോളും എല്ലാം ക്ലോസ് ആക്കിയിട്ടാണ് കേട്ടോ ഉണ്ടായത്. കുറച്ച് സ്റ്റോൾ മാത്രമേ ഓപ്പൺ ആക്കിയിട്ടെല്ലാം ഉണ്ടായിട്ടുള്ളൂ. അതിന് മോളെ കൂട്ടിയിട്ട് വരണമെന്ന് കുറേ ആയി കേട്ടോ വിചാരിക്കുന്നത്. ഈ വൈകുന്നേര ടൈമെല്ലാം വന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാരെല്ലാം ആകുമ്പോൾ വെള്ളത്തിലെല്ലാം ഇറങ്ങാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടെല്ലായിരിക്കും. ഫുൾ ആളായിരിക്കുമല്ലോ പയ്യാമ്പലത്ത്, ഭയങ്കര ആളാണ് ഉണ്ടാവല്. അങ്ങനെ ഇതാ ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ അങ്ങനെ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളത്തിലെല്ലാം ഇറങ്ങി അങ്ങനെ കുറച്ച് അങ്ങനെ കളിക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ മോക്കെല്ലാം ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ആ ഒരു വിശപ്പിൻ്റെ ആ ഒരു ചെറിയൊരു സംശയം തോന്നിയപ്പോൾ നേട്ടാ നമ്മൾ പയ്യാമ്പലത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിനെ. അന്നേരം തന്നെ ഒരു 3 മണി ആ ഒരു ടൈമെല്ലാം ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ നേരെ പ്ലാസക്കേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായത്. നമുക്ക് പ്ലാസക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്ലാസക്കാണെങ്കിൽ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അധികം നമ്മൾ കോഫി ഹൗസിലാണ് കേട്ടോ പോക്ക്. ഉമ്മാൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചോറില്ലാണ്ട് വേറെ ഒന്നും കഴിക്കാൻ കഴിയില്ല. അങ്ങനെ ഇതാ മോൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം ടൈം ഫുഡിന് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ആൾക്കാരേനു. ടേബിൾ തന്നെ കുറേ ടൈം ഇൻ്റർനെറ്റാ കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ ചോറും രസവും 2 ടൈപ്പ് കറി, തൈര്, അച്ചാർ, വറവ്, പപ്പടം എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അവിടെ നിന്ന് നമ്മളെ പേട നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു ക്യാഷ് കൗണ്ടറിൽ നിന്ന്. അങ്ങനെ പേടയും കൂടി വാങ്ങിച്ചു കേട്ടോ. അവിടെ പോയാൽ എപ്പോഴും ക്യാഷ് കൊടുക്കുമ്പോൾ പേട വാങ്ങിച്ചു പോകും. പിന്നെ നമ്മൾ കുറച്ച് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ബേക്കറി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മാഷ്മെല്ലോ എല്ലാം കണ്ട നല്ല രസമുണ്ട്. പിന്നെ ഈ ഒരു പുളിയച്ചാറെല്ലാം വാങ്ങി വെക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ലോലിപോപ്പിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പൊന്തി വരുന്ന ആ ഒരു ടൈപ്പാണ്. പിന്നെ പല ടൈപ്പ് ജെല്ലി മുട്ടായും ഒരു എന്തോ ഒരു നൊസ്റ്റ് തോന്നുന്ന പല ടൈപ്പ് മുട്ടായി എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ കുറച്ച് സംഭവങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പല്ല ഡോക്ടറെ അടുത്ത് ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അവിടെ അപ്പോയിൻമെൻ്റ് എടുത്തതാണ്, അതുകൊണ്ട് ആ ഒരു ടൈമിന് പോയാൽ മതി. അങ്ങനെ ഇതാ ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടായിന്. കണ്ടാൽ ഹോസ്പിറ്റലാണെന്ന് ആരും പറയില്ല കേട്ടോ. അത്രയും ഭയങ്കര ആഡംബരമായിട്ടുള്ളൊരു ഹോസ്പിറ്റലായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കുറച്ച് ടൈം നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ഗാർഡൻ പോലെയെല്ലാം ആക്കിയിട്ട് അവിടെ ഊഞ്ഞാലെല്ലാം വെച്ച് നല്ല അടിപൊളിയാനും കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ചധികം ഫോട്ടോസെല്ലാം എടുത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പോസ് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ടായിനെ. അപ്പോൾ നല്ല കാറ്റും ഉള്ളിലാണെങ്കിൽ ഫുൾ AC എല്ലാം ആയിട്ട് ഒരു ഇരിക്കാൻ നല്ല സുഖം ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലത്തെ വീഡിയോസ് എല്ലാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പം തന്നെ ഒരു ലൈക്ക് അങ്ങ് പ്രസ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മുടെ ചാനലിൻ്റെ പേര് സെർച്ച് ചെയ്തിട്ട് കാണുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഇടയ്ക്ക് ചാനലിൻ്റെ പേരിങ്ങനെ സെർച്ച് ചെയ്തിട്ട് കാണുന്നവരുണ്ട്. അപ്പോൾ അവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഇതാ നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ മൊത്തത്തിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല അടിപൊളി പ്ലേസാണ് കേട്ടോ. നല്ല ക്ലീനും ഉണ്ട്, ഭയങ്കര ക്ലീനാണ്, ഭയങ്കര ഒരു സൈലൻറ്റുമാണ്. അങ്ങനെ വലിയ ക്രൗഡൊന്നുമില്ല. എല്ലാവരും അപ്പോയിൻമെൻറ്റ് കിട്ടിയ ആ ഒരു ടൈമിൽ വരുന്നതുകൊണ്ട് തന്നെ അത്ര അധികം ആൾക്കാരൊന്നും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതൊന്നുമില്ലേനു. അങ്ങനെ ഇതാ ഓഡിറ്റോറിയത്തിലുള്ള പോലത്തെ ഒരു വലിയ കസേര വരെ ഉണ്ട് കേട്ടോ ഈ ഒരു ഹോസ്പിറ്റലിൽ. അപ്പോൾ ഇതൊരു ഹോസ്പിറ്റലാണെന്ന് കണ്ടാൽ തന്നെ പറയില്ല, അത്രയും ഭയങ്കര അടിപൊളി ഇൻറ്റീരിയറും എല്ലാം മൊത്തത്തിൽ നല്ല അടിപൊളിയാണ്. പിന്നെ ഇതാ സ്റ്റോറേജ് ഹോളിൽ പോയിട്ടുണ്ട്, മോൾക്ക് വാട്ടർ ബോട്ടിൽ വാങ്ങിക്കണേനു. അങ്ങനെ അതെല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതാ വീട്ടിലേക്ക് പോയപ്പോൾ പഴുത്ത പഴം ഉണ്ടായിട്ടുണ്ടേനു കേട്ടോ. അത് പിന്നെ ഇത് ചീത്തയായി പോകുമെന്ന് പറഞ്ഞിട്ട് ഉമ്മ കായടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ മുട്ടയും പഞ്ചസാരയും ഗീയും എല്ലാം ഇട്ടിട്ട് അതിനേക്കുള്ള ഫില്ലിങ് ആക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു ഫില്ലിങ് ആക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കഴിയും കേട്ടോ. പണി 5 മിനിറ്റൊന്നും വേണ്ട, 2-3 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് പണി കഴിയുന്നൊരു ഫില്ലിങ്ങാണ്. മുട്ടയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ സ്ക്രാമ്പിളായിട്ട് ഇങ്ങനെ വരുമല്ലോ. അങ്ങനെ ഫില്ലിങ് എല്ലാം റെഡിയാക്കിയിട്ട് ഉന്നക്കായി ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് തന്നെ ഒരു 5:30 ആ ഒരു ടൈമെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്കി വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചാൽ പിറ്റേന്നും എപ്പോഴായാലും പൊരിക്കാമല്ലോ. അപ്പോൾ കുറച്ചങ്ങനെ ഇപ്പോൾ പൊരിച്ചിട്ട് ബാക്കി അങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടായത്. മുട്ടയായതുകൊണ്ട് തന്നെ അധിക ദിവസമൊന്നും വെക്കാൻ വേണ്ടി പറ്റൂല. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.